Hi friends, welcome to Sonia's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചേമ്പിൻ താള് തോരനാണ്. നമുക്ക് വീടുകളിലൊക്കെ എല്ലാവർക്കും തന്നെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും വീടുകളിൽ തന്നെ ലഭ്യമായിട്ടുള്ള ഒന്നാണ് ചേമ്പൊക്കെ. അപ്പം ആ ചേമ്പിൻ്റെ താളാണ് ഞാനിന്ന് കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് 2 തണ്ട് ഇപ്പം മുറിച്ചെടുക്കുകയാണ്. ഇതിൽ മുറിച്ചെടുക്കാം. ഈ ഇല നമുക്ക് കണ്ടിച്ച് കളയാം. അതുപോലെ അടുത്തൊരു തണ്ട് കട്ട് ചെയ്യാം. അപ്പം നല്ലൊരു കറിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു മായവും ഇല്ലാതെ നല്ല തോരൻ കറി വെച്ച് ഒഴിക്കാം. ഇതുകൊണ്ട് അപ്പം ഞാൻ ഈ താളൊക്കെ നന്നായിട്ട് കഴുകിയെടുത്താണ്. നമ്മൾ കഴുകുമ്പം ഇതിൻ്റെ അകത്തൂടി ഒന്ന് നന്നായിട്ട് കഴുകണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ പൊടിയും അങ്ങനെയൊക്കെ കാണും. അപ്പോൾ ഇത് തുറന്ന് തന്നെ നന്നായിട്ട് കഴുകണം പോളയ്ക്കകത്തോട്ട്. ഇതിൻ്റെ പുറന്തൊലി ഒന്ന് പൊളിച്ചെടുക്കണം. ഇത് വളരെ ഈസിയാണ് നമുക്ക് പൊളിക്കാനായിട്ട്. ഇതുപോലെ കത്തി കൊണ്ട് ഞാനിപ്പോൾ ഇത് അരിയാൻ എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഈ കട്ട് ചെയ്തിടുകയാണ്. ഇത് ഇതുപോലെ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ താളെല്ലാം മൊത്തമായിട്ട് അരിഞ്ഞതാണിത്. അതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങ, ഒരു സവാള, കാന്താരിമുളക്, കറിവേപ്പില, പിന്നെ കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, കടുക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തരം സാധനങ്ങൾ മതി ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സവാളയും കാന്താരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴന്നു വരുന്ന സമയം കൊണ്ട് ഈ താളിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി തിരുമ്മി കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ചേമ്പ് നാട്ടുചേമ്പാണെങ്കിൽ പോലും അതിനൊരു ചെറിയൊരു ചൊറിച്ചിലുണ്ടാകും കറി വെച്ച് കഴിയുമ്പോൾ. ഞാൻ സവാള വഴന്ന് കഴിയുമ്പോഴേക്കും ഇതൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. സവാളയിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഈ താള് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ആ ഉപ്പുമായി ഒന്ന് പോകാനായിട്ടാണ് അങ്ങനെ പിഴിഞ്ഞിട്ടിടുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇത് മൂട മാറ്റിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. ഇളക്കിയതിന് ശേഷം ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടെ മൂടി വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ തേങ്ങയിലേക്കും കൂടി ആവി കയറിക്കോളും. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരത്തേക്ക് കൂടി മൂടി വെച്ച് കൊടുക്കണം. എങ്കിലേ ആ തേങ്ങയൊക്കെ ആയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. ഉപ്പും തേങ്ങയൊക്കെ കൂടി. അപ്പം നമ്മുടെ താളുകറി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.